കഥയിലേക്ക് സ്വാഗതം. ആദ്യം കടുങ്കഥ, പിന്നെ നമ്മുടെ കഥ. ഇന്നത്തെ കടുങ്കഥ ശ്രദ്ധിച്ച് കേൾക്കണം. പാലിൽ കരിമീൻ. ഒന്നും കൂടെ പറയാം, പാലിൽ കരിമീൻ. ഉത്തരം ആലോചിക്കുക, കഥയ്ക്ക് ശേഷം പറയുന്നു. നന്ദി. നമസ്കാരം. ഇന്ന് കാതിക പറയുന്നത് ഒരു ആനയെക്കുറിച്ചുള്ള കഥയാണ്. ആനയെക്കുറിച്ചല്ല, ആനയെ കാണാൻ പോയ 5 കുരുടന്മാരുടെ കഥ. 5 ബ്ലൈൻഡ് ആൾക്കാരുടെ കഥയാണിത്. ആ കഥയിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാമെന്ന് കഥയുടെ അവസാനം നമുക്ക് നോക്കാം. അപ്പോൾ കഥ തുടങ്ങിയാണ്. കുരുടന്മാർ കണ്ട ആന. പണ്ട് 5 കുരുടന്മാർ ആനയെ കാണാൻ പുറപ്പെട്ടു. അത്രയും കാലം അവർ ആനയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നടന്ന് അവർ ആനയുടെ അടുത്തെത്തി. ഒന്നാമൻ ആനയുടെ കാലിൻ്റെ അടുത്താണ് ചെന്നത്. അവൻ കാല് മുഴുവനും തപ്പി നോക്കി. രണ്ടാമൻ വാല് നോക്കി. മൂന്നാമൻ ആനയുടെ ചെവിയും. നാലാമത്തെ ആൾ കൊമ്പും. അഞ്ചാമത്തെ ആൾ തുമ്പിക്കൈയുമാണ് തപ്പി നോക്കിയത്. കൊതി വീരുമ്പോളം സ്പർശിച്ച് തൃപ്തിപ്പെട്ട് അവർ ഒരു വിചിത്ര ജീവിയെ കണ്ട സന്തോഷത്തോടെ മടക്കയാത്ര ആരംഭിച്ചു. അപ്പോൾ മറക്കരുത്, ഇവർക്ക് കണ്ണ് കണ്ടുകൂടാ. ഇവരെ സ്പർശിച്ച് തൊട്ട് നോക്കുന്നതാണ് അവർ വിചാരിക്കുന്നത്, അവർ കണ്ണിലൂടെ കാണുന്നത്. വഴിക്ക് വെച്ച് ഒന്നാമൻ പറഞ്ഞു, ശോ, ആന ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല. ശരിക്കും ഒരു തോട് തന്നെ. അത് കേട്ട് രണ്ടാമത്തവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഷ്ടം, ഇതാണോ തൻ്റെ ആന? എന്നാൽ കേട്ടോ, ആന വെറും ചൂല് പോലെയാണ്. അത് കേട്ട് മൂന്നാമൻ പറഞ്ഞു, 2 പേർക്കും തെറ്റി. ആന ശരിക്കും ഒരു മുറം പോലെയാണ്. അപ്പോൾ നാലാമൻ പറഞ്ഞു, 3 പേരും പറയുന്നത് ശുദ്ധ മണ്ടത്തരം. ആന ശരിക്കും ഒരു കുന്തം പോലെയാണ്. 4 പേരുടെ അഭിപ്രായം കേട്ട് അഞ്ചാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആനയുടെ കാര്യമാണോ നിങ്ങളീ പറയുന്നതൊക്കെ? എന്നാൽ 4 പേരും ആനയെ ശരിക്കും കണ്ടില്ല എന്നാ തോന്നുന്നത്. ഏതായാലും കേട്ടോളൂ, ആന ഒരു ഉലക്ക പോലെയാണ്. 5 പേരും അവരുടെ വാദത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ തർക്കമായി. തർക്കം മൂത്ത് വഴക്കായി. വഴക്ക് മൂത്ത് കയ്യാങ്കളി എത്തി. അതായത് ഫൈറ്റിംഗ് തുടങ്ങി. അടിയായി, പിടിയായി. അപ്പോൾ അതുവഴി വന്ന് ഒരു വഴിപോക്കൻ അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. ആനയുടെ രൂപത്തെക്കുറിച്ച് ഓരോരുത്തരും പറയുന്ന കേട്ട് വഴിപോക്കൻ അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, തർക്കം വേണ്ട. നിങ്ങൾ 5 പേരും പറഞ്ഞത് ശരിയാ. പക്ഷെ നിങ്ങളിൽ ആദ്യത്തെ ആൾ ആനയുടെ കാലും, രണ്ടാമത്തെ ആൾ വാലും, മൂന്നാമത്തെ ആൾ ചെവിയും, നാലാമൻ കൊമ്പും, അഞ്ചാമൻ ആനയുടെ തുമ്പിക്കൈ മാത്രമേ സ്പർശിച്ച് മനസ്സിലാക്കിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഭാഗങ്ങൾ, അതിനു പുറമെ ഉടലും തലയും കൂടി ചേർന്നതാണ് ആന. കുരുടന്മാർക്ക് കാര്യം മനസ്സിലായി. അവർ വഴിപോക്കനോട് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കി, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട്, ക്ലിയറായിട്ട് അറിയണം. നാം വ്യക്തമായി മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങളെല്ലാം കുരുടന്മാർ ആനയെ കണ്ടതുപോലെയാവും. എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് മറ്റവരോട് തർക്കിക്കാനും കാര്യങ്ങൾ വിശദീകരിക്കാനും. ഇനി കടുങ്കഥയുടെ ഉത്തരത്തിലേക്ക്. ഇന്നത്തെ കടുങ്കഥ എന്തായിരുന്നു? പാലിൽ കരിമീൻ. ഇതിൻ്റെ ഉത്തരം കണ്ണ്. കൂട്ടുകാർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു കടുങ്കഥയുമായി മറ്റൊരു കഥയുടെ കൂടെ. ഈ കൊച്ചു കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണത്? കാതിക ലൈക്ക് ചെയ്യുക, കാതികയുടെ ഫീഡ്ബാക്ക് തരിക, കാതികയുടെ കഥകൾ ഷെയർ ചെയ്യുക. അടുത്ത കഥ വരും വരെ താങ്ക് യു, നന്ദി.